ഇതാ വഖഫ് നിയമത്തിന് ഭാഗികമായ സ്റ്റേ സുപ്രീം കോടതിയിൽ നിന്ന് വരികയാണ്. വഖഫ് നിയമ ഭേദഗതിക്ക് ഭാഗികമായ സ്റ്റേ കൽപ്പിക്കുന്നു കോടതി. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഭാഗികമായ സ്റ്റേ ഉള്ളോ? പൂർണ്ണമായ സ്റ്റേ അല്ല അല്ലേ? എന്തൊക്കെയാണ് ഈ ഭേദഗതി ബില്ലിന് കോടതി ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്? അജിംഷാദ്, തീർച്ചയായും വഖഫ് ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. ഈ നിയമത്തിന് ഭാഗികമായ സ്റ്റേ മാത്രമാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. അതേസമയം ചില വ്യവസ്ഥകളിൽ സ്റ്റേ നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ഭാഗിക സ്റ്റേ സുപ്രീം കോടതിയുടെ ഉത്തരവിൽ പറയുകയും ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വഖഫ് വസ്തുക്കൾ നൽകണമെങ്കിൽ ആ ആൾ, അതായത് വഖഫ് നൽകുന്ന ആൾ 5 വർഷമെങ്കിലും മുസ്ലിം മതാചാരം പാലിക്കണമെന്ന ഒരു ഭേദഗതി ഉണ്ടായിരുന്നു. ഈ ഭേദഗതിക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ സുപ്രീം കോടതി സ്റ്റേ നൽകിയിരിക്കുന്നത്. തൽക്കാലം ഈ ഭൂമിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തരുത് എന്നുള്ളതാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതേസമയം മറ്റു ചില ഭേദഗതികൾ കൂടി ഇത്തരത്തിൽ ഹർജിക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ കൃത്യമായിട്ടുള്ള ഈ ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ള. എന്തായാലും ഇതൊരു താൽക്കാലിക സ്റ്റേ മാത്രമാണ് എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ജഡ്ജ്മെന്റ് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. 5 വർഷം മുസ്ലിം മതാചാരം പാലിക്കണമെന്ന ഭേദഗതിക്ക് മറ്റു ചട്ടങ്ങൾ കൂടി രൂപീകരിക്കേണ്ടതുണ്ട്. ഈ ചട്ടങ്ങൾ രൂപീകരിച്ച ശേഷമായിരിക്കും പൂർണ്ണമായിട്ടുള്ള സ്റ്റേ വേണോ അല്ലെങ്കിൽ ഇത് തുടരണമോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. നിലവിൽ ഇപ്പോൾ ചില വ്യവസ്ഥകളിൽ മാത്രമാണ് ഭാഗികമായിട്ടുള്ള സ്റ്റേ നൽകുകയും ചെയ്തിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് മോദി സർക്കാരിനുള്ള തിരിച്ചടി തന്നെയാണ് അറിയാനാകുന്നത്. കാരണം ചില വകുപ്പുകൾ, കോൺഫ്ലിക്റ്റ് ഉള്ള വകുപ്പുകൾ അടക്കം പൂർണ്ണമായും സ്റ്റേ ഇല്ല, ശരിയാണ്. പക്ഷേ ഭാഗികമായി സ്റ്റേ ഉള്ളത് ഏതാണ്? വിവാദമായ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ് അല്ലേ റഷീദ്? അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാണിത്. അജിംഷാദ്, തീർച്ചയായും ചില വകുപ്പുകളിൽ വന്നിട്ടുള്ള ഈ ഇടക്കാല ഉത്തരവ് കേന്ദ്ര സർക്കാർ തിരിച്ചടിയാണ് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്താനാവുന്നത്. പ്രത്യേകിച്ചും ഈ വഖഫ് ചെയ്യാൻ 5 വർഷം മുസ്ലിം മതാചാരം വേണമെന്നുള്ള നിർദ്ദേശമായിരുന്നു നിയമത്തിൽ കൊണ്ടുവരുന്നത്. ഇതിനാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സ്റ്റേ നൽകുന്ന നടപടി അല്ലെങ്കിൽ ഒരു ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം ഈ വഖഫ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് കഴിയുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി അല്ലെങ്കിൽ ഉത്തരവ് കൂടി ഇപ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതായത് നേരത്തെ ഈ വഖഫ് ബോർഡിലും അതോടൊപ്പം ഈ കൗൺസിലിലും അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്നൊരു ഭേദഗതി ഉണ്ടായിരുന്നു. ഇതിന് കൂടി ഇപ്പോൾ താൽക്കാലികമായി സ്റ്റേ ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ സുപ്രീം കോടതി വലിയ അർത്ഥത്തിൽ പ്രതിപക്ഷമടക്കം ചോദ്യം ചെയ്യപ്പെട്ടതാണ്. പ്രതിപക്ഷമടക്കം വലിയ അർത്ഥത്തിൽ അത് ചോദ്യം ചെയ്യപ്പെടുകയും രാജ്യത്ത്, കാരണം മറ്റുള്ള ബോർഡുകളിലൊക്കെ മറ്റ് സമുദായക്കാരെ തിരികെ കയറ്റുമോ, വഖഫിൽ മാത്രം എന്ത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നതാണ്. ആ ഭാഗവും ഇപ്പോൾ സ്റ്റേയിലുണ്ട് അല്ലേ? അജിത്, തീർച്ചയായും നേരത്തെ തന്നെ ഈ ഹർജികൾ പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി രൂക്ഷമായി തന്നെ കേന്ദ്ര സർക്കാരിനെയും BJPയും വിമർശിച്ചിരുന്നു. പ്രത്യേകിച്ചും മറ്റു മത അടിസ്ഥാനത്തിലുള്ള ഈ വകുപ്പുകളിലൊക്കെ തന്നെ മറ്റു മതസ്ഥരെ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തിരിച്ചടി കേന്ദ്ര സർക്കാരിന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. വഖഫിൽ ഈ വഖഫ് കൗൺസിലിലും അതോടൊപ്പം ഈ ബില്ലുകൾ പരിഗണിക്കുന്ന അല്ലെങ്കിൽ ഈ തർക്കങ്ങൾ പരിഗണിക്കുന്ന സമിതികളിലും മറ്റു ഇതര മതസ്ഥരെ ഉൾപ്പെടുത്തണമെന്നൊരു ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്നു. ഇതിൽ ചില പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാകുന്നത്. നിരവധിയായിട്ടുള്ള ഈ ഭേദഗതികൾ റദ്ദാക്കണം അല്ലെങ്കിൽ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമായിരുന്നു ഹർജിക്കാർ മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിൽ ഏറെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിലാണ് ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവിൽ ആശ്വാസം ഉണ്ടായിരിക്കുന്നത്. ഹർജിക്കാർക്ക് വലിയ ആശ്വാസം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം മറ്റു ചില ഭേദഗതികൾ കൂടി റദ്ദാക്കണം അല്ലെങ്കിൽ സ്റ്റേ ചെയ്യണമെന്ന നിർദ്ദേശം ഹർജിക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അതിൽ ചില പരിശോധനകൾ നടന്നതിന് ശേഷം മാത്രമേ റദ്ദാക്കാൻ കഴിയൂ എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ഈ 2 കാര്യങ്ങളിൽ, അതായത് ഈ വഖഫ് ഭൂമി നൽകാൻ 5 വർഷം മുസ്ലിം മതാചാരത്തിൽ പ്രവർത്തിക്കണം എന്ന ഈ ഒരു
ഈ വ്യവസ്ഥയിൽ ഇപ്പോൾ സ്റ്റേ നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിൽ കൂടി ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ നൽകിയിരിക്കുകയാണ് അജിൻഷാദ്. അതായത് ഈ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കളക്ടറുടെ പങ്ക് അത് എടുത്തു കളയും എന്നുള്ള കാര്യമാണ് കേന്ദ്ര സർക്കാർ ഈ നിയമത്തിൽ കൊണ്ടുവന്നിരുന്നത്. അതിന് കൂടി ഇപ്പോൾ സ്റ്റേ നൽകുകയാണ്. അതായത് ഈ വഖഫ് തർക്കങ്ങൾ നേരിടുമ്പോൾ അതിന്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കളക്ടറാണ് എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നിയമത്തിൽ. ഈ നിയമ ഭേദഗതി ചെയ്തുകൊണ്ട് ഈ തർക്കം തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നീങ്ങുമ്പോൾ അത് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുകയും പിന്നീട് അന്തിമ തീരുമാനം വരുന്നത് വരെ അത് കേന്ദ്ര സർക്കാരിന്റെ സ്വത്തായി മാറുകയും ചെയ്യുമായിരുന്നു. ഈ കാര്യത്തിൽ കൂടി ഇപ്പോൾ അതായത് കളക്ടറുടെ ഇടപെടലിൽ കൂടി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കളക്ടർ തന്നെയാണ് ഈ അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിലേക്ക് ഇപ്പോൾ പോവുകയാണ്. എന്തായാലും കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി തന്നെയാണ്. ഭാഗികമായിട്ടുള്ള സ്റ്റേകൾ മാത്രമാണെങ്കിൽ പോലും വഖഫ് നിയമത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതിയിൽ വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഉണ്ടായിട്ടുള്ളത്.